തമ്മിൽ കണ്ട പോലെ ഞാൻ ഒരിക്കലും ഇന്നത്തെ വീഡിയോയിൽ സ്കിൻ വൈറ്റനിങ് ക്രീംസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലൂട്ടാതയോൺ ഇതൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പല ആൾക്കാർക്കും അറിയേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മുടെ സ്കിൻ കളർ ഇംപ്രൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ് ചെയ്യേണ്ടത്. ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആവാതെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മോസ്റ്റ്ലി പല ആൾക്കാർക്കും അറിയേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മുടെ സ്കിൻ കളർ ഇംപ്രൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ് ചെയ്യേണ്ടത്. അതേപോലെ എനിക്ക് DM വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് ഈ വൈറ്റനിങ് ക്രീംസ് നല്ലതാണോ, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരുമോ, ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് നല്ലതാണോ, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. സ്കിൻ വൈറ്റനിങ് ടിപ്സ് പറഞ്ഞു തരുമോ, പാക്ക് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കുക. അപ്പോൾ ഗൈസ്, ഈ സ്കിൻ വൈറ്റനിങ് എന്നൊരു ടേം മാറ്റിയിട്ട് നമുക്ക് സ്കിൻ ട്രാൻസ്ഫോർമേഷൻ എന്നൊരു ടേം എടുക്കാം. കാരണം സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ മൊത്തമായിട്ട് അങ്ങനെ വെളുപ്പിച്ചെടുക്കുന്ന പ്രൊസീജിയറാണ്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. മറിച്ച് നമ്മുടെ സ്കിൻ ടോൺ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും, ഹെൽത്തി ആയിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്. അതായത് വൈറ്റനിങ് ക്രീംസ് ഇതൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, ഗ്ലൂട്ടാതയോൺ കഴിക്കുക അതൊന്നും പറയാൻ പോകുന്നില്ല. മറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽത്തി ആയിട്ടുള്ള വേയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ പോയിന്റ് നമ്പർ 1, ഫേസ് പാക്കുകൾ. അതായത് ഏത് ഫേസ് പാക്ക് യൂസ് ചെയ്താലും സ്കിൻ ടോൺ ഇംപ്രൂവ് ആവോ അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ് ഉണ്ടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. നമുക്ക് ടാനിങ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൺ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫേസ് പാക്കുകൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, ടാൻ നമ്മുടെ ഫേസിൽ നിന്ന് റിമൂവ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ടോൺ ഡിഫറൻസ് നമ്മുടെ സ്കിന്നിൽ നമുക്ക് കാണാൻ പറ്റും. അതൊരിക്കലും സ്കിൻ വൈറ്റനിങ് അല്ല, അത് സൺ ടാൻ റിമൂവൽ ആണ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസ് എല്ലാം തന്നെ റിമൂവ് ആയി പോകും. അപ്പോൾ നമുക്ക് എന്ത് തോന്നും, ഓക്കെ സ്കിൻ കുറച്ചും കൂടി ഫെയർ ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി വെളുത്തെടുത്തിട്ടുണ്ട്. അതിന് കാരണം എന്താ, നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസ് റിമൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഒരു സ്കിൻ ക്ലാരിഫൈങ് ട്രീറ്റ്മെന്റ്. അരിപ്പൊടി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വീക്ക്ലി വൺസ് ഒക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഫിസിക്കൽ സ്ക്രബാണ് അതൊക്കെ. ശരിക്കും നമ്മളൊരു തരിതിരിപ്പ് ഫീൽ ചെയ്യില്ലേ, അത് നമ്മുടെ സ്കിന്നിനെ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും, നമ്മുടെ സ്കിൻ സെൽസിനെ ബ്രേക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ വീക്ക്ലി വൺസ് ഒക്കെ യൂസ് ചെയ്യാൻ മതി. അതുപോലെ ഈ ചോറ് യൂസ് ചെയ്യില്ലേ, നമ്മൾ ചോറ് യൂസ് ചെയ്തുള്ള ഫേസ് പാക്ക് അതൊക്കെ നല്ലതാണ് കേട്ടോ. ചോറൊക്കെ അരച്ചെടുത്തിട്ട് അതിൽ ഹണിയും പാലൊക്കെ മിക്സ് ചെയ്തിട്ട് അത് ഫേസിൽ തേക്കുന്നത് ഡെയിലി തേച്ചാൽ നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. മൈസൂർ ദാൽ എന്താണ് ഇത്ര സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കത് തലേ ദിവസം കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച ശേഷം അതിന്റെ പിറ്റേ ദിവസം ഒന്ന് അരച്ചെടുത്തിട്ട്, അതായത് പാലൊക്കെ ഒഴിച്ചൊന്ന് അരച്ചെടുത്ത് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. കുറച്ച് ഹണിയും കുറച്ച് മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടും. അതായത് നിങ്ങളൊരു 1 twice ഒക്കെ 2 തവണ 3 തവണയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് അതിലുണ്ടായിരിക്കും. ഓക്കെ, ഇത് ഉറപ്പുള്ള കാര്യമാണ്. അത് നമുക്ക് മൈസൂർ ദാലിന്റെ ഒരു നമ്മുടെ സ്കിന്നിൻ ടോൺ ഇംപ്രൂവ് ചെയ്യുമെന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, ഇനി കോഫി പൗഡർ നല്ല കേട്ടോ. കോഫി പൗഡറിന്റെ നമ്മൾ ഫേസ് പാക്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് യൂസ് ചെയ്തിട്ട് കോഫി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, അത് കുറച്ചും കൂടി തരിതരിപ്പുള്ളതാണ്. അപ്പോൾ കോഫി പൗഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ തൈര് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അത് നല്ലൊരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 2-3 ഫേസ് പാക്കുകളൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്താലും കുഴപ്പമില്ലാത്ത ഫേസ് പാക്ക് വരുന്നുണ്ട്. ഈ ചോറിൻ്റെ ഫേസ് പാക്കൊക്കെ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മൈസൂർ ദാലിൻ്റെ ഫേസ് പാക്ക് ആണെങ്കിൽ അത് നമുക്കൊരു വീക്ക്ലി ഒരു 2-3 തവണയൊക്കെ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ക്യാരറ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് അത് നന്നായിട്ട് ആ വെള്ളം മാത്രം ഒന്ന് സ്ക്യൂസ് ചെയ്തെടുക്കാം. ആ വെള്ളത്തിൽ നമുക്ക് എന്താണോ നിങ്ങളുടെ സ്കിന്ന് ചേരുന്നത്, ഇപ്പോൾ ചിലർക്ക് ഓട്സിൻ്റെ പൊടിയായിരിക്കും നമുക്ക് സ്കിന്നിൽ പെട്ടെന്ന് വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ ആ പൊടി പൊടിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗോതമ്പ് പൊടി നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന സ്കിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി മിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും പൊടി മിക്സ് ചെയ്തിട്ട്, മൈദയൊന്നും പാടില്ല. ഇപ്പോൾ ഈ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കടലമാവ് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓട്സിൻ്റെ പൊടി യൂസ് ചെയ്യും. ഈ 3 നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കി. പിറ്റേ ദിവസം നിങ്ങൾക്ക് ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലേ ദിവസം യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഫംഗ്ഷന് പോകുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. സ്കിന്ന് കുറച്ചും കൂടി ഒരു ഗ്ലോ ഒക്കെ വരും. നമ്മുടെ സ്കിന്നിൽ കുറച്ചും കൂടി ഒരു സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എന്തുകൊണ്ട് ഇത്രയും ഷോർട്ടായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കി എല്ലാ ഫേസ് പാക്കുകളും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് 1 വീക്ക് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഡിം ആവാൻ തുടങ്ങും. അത് മാത്രമല്ല നമുക്കത് കണ്ടിന്യൂ ആവില്ല. പക്ഷേ ഈ മൈസൂർ ദാലിൻ്റെ റിസൾട്ട്, ഈ കോഫി പൗഡറിൻ്റെ റിസൾട്ട്, അതുപോലെ തന്നെ ചോറിൻ്റെ റിസൾട്ട്, ഈ 3 യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് കണ്ടിന്യൂ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ക്യാരറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ക്യാരറ്റ് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ടോൺ നല്ലപോലെ ഇമ്പ്രൂവ് ആവാനും അത് കണ്ടിന്യൂ ചെയ്തിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് ഫേസ് പാക്കുകളെ കുറിച്ച് പറഞ്ഞത്. ഈ മൈസൂർ ദാലിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇത് നമുക്ക് കടയിൽ കിട്ടും കേട്ടോ. നമുക്ക് ആയുർവേദ കടയിൽ പോയിട്ട് മൈസൂർ പരിപ്പ് എന്ന് പറഞ്ഞത് തന്നെ കിട്ടും, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതും അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് കിട്ടും. അതിന്റെ ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, ചെക്ക് ചെയ്യണേ. പോയിന്റ് നമ്പർ 2, നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ അല്ലെങ്കിൽ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെറംസ് ആണ്. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണല്ലോ. ഇപ്പം ഞാൻ ഹെയർ കെയറിന്റെ വീഡിയോയിൽ പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ഹെയർ സെറം ഒക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഹെയർ സെറം ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലും നമ്മൾ ഈ ഫേസ് സെറംസ് ഒക്കെ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് പറ്റിയില്ലെങ്കിൽ, രാവിലെ പറ്റിയില്ലെങ്കിൽ രാത്രിയെങ്കിലും നമ്മൾ ഈ സെറംസ് ഒക്കെ ഉറങ്ങുന്നതിന് മുന്നേ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ആവും, സ്കിൻ പിഗ്മെന്റേഷൻ കുറയ്ക്കാനായിട്ടും അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാനായിട്ടും സെറംസ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഏത് സെറം യൂസ് ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ട് വാങ്ങാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ സ്കിന്നിൽ ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്, ഇപ്പോൾ ചിലവരുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഓവർ ഡ്രൈ ആയിട്ട് ഇങ്ങനെ പൊടി പോലെയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സ്കിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നയസിഡമൈഡ്, ഹൈലറോണിക് ആസിഡ് അങ്ങനത്തെ സെറംസ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക. ഇനി നിങ്ങളുടെ സ്കിന്നിൽ ഇങ്ങനെ പിഗ്മെന്റേഷൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സെറംസ് ആണ്. വിറ്റാമിൻ സി സെറംസ് നല്ലതാണ്. അതുപോലെ കോജിക് ആസിഡ് സെറംസ് അല്ലെങ്കിൽ കോജിക് ആസിഡ് ജെല്ലൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പൊ നമുക്ക് ഫാർമസിയിൽ തന്നെ കോജിബിക് എന്നാണ് തോന്നുന്നു ആ പ്രോഡക്റ്റിന്റെ പേര്. അപ്പൊ എന്തായാലും ഞാൻ താഴെ കറക്റ്റ് ആയിട്ടുള്ള പേര് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ കോജിക് ആസിഡ് സെറംസ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ജെല്ല് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് നല്ലതാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ചില പ്രോഡക്ട്സിൽ ഇപ്പൊ ചില മോയ്സ്ചറൈസറിലൊക്കെ നൈസിഡമൈഡ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ എന്നൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളൊരു സെറം വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. സെറംസിന്റെ കാര്യത്തിൽ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ 2 സെറംസ് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ഏത് ബ്രാൻഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ജെന്യൂൻ ആയിട്ടുള്ള ഏതെങ്കിലും ബ്രാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ലൈറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറഞ്ഞിട്ടുള്ള ലോ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള സെറംസ് ട്രൈ ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പം നമ്മൾ എടുക്കുമ്പോൾ തന്നെ ആദ്യമേ എടുക്കുമ്പോൾ ഒരു 10% ഒക്കെ വിറ്റാമിൻ സി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുഖം പൊള്ളി പോകും. അപ്പോൾ എന്ത് ചെയ്യുക, എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഒരു 2% ഒന്ന് തുടങ്ങാൻ നോക്കുക. പിന്നീട് നമുക്കത് ഇമ്പ്രൂവ് ആയി റിസൾട്ട്. അപ്പോൾ 2% യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം, നമുക്ക് റിസൾട്ട് കിട്ടാനായിട്ട് മിനിമം ഒരു 10 to 14 days എങ്കിലും അതിന് വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ 2 ദിവസം യൂസ് ചെയ്തിട്ട് അയ്യോ എൻ്റെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്തില്ല പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2% ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ലോ കോൺസെൻട്രേഷനിലാണ് റിസൾട്ട് കിട്ടുന്നത്, അത്രയും ലേറ്റ് ആവും. അത് മാത്രം മനസ്സിൽ ആലോചിച്ചിട്ട് നമ്മളത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു 30 days ഒക്കെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്കിൻ കോംപ്ലക്ഷനിൽ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് പുറമേ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ആ സെറംസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നല്ല സെറം സജഷൻസും ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പോയിന്റ് നമ്പർ 3, നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്താലും ഉള്ള സ്കിൻ ടോൺ അതേപോലെ തന്നെ നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ നമ്മൾ സ്കിൻ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, എന്തിനാ ഞാൻ ഈ ഡെയിലി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്, എനിക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഒന്നും കിട്ടുന്നില്ലല്ലോ. ആ വിസിബിൾ ചേഞ്ച് നിങ്ങൾക്ക് പിന്നീട് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. നമ്മളൊരു 1 year അല്ലെങ്കിൽ 2 year ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്നിൽ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കേണ്ടത് നമ്മളിപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരിക്കലും സൺസ്ക്രീൻ ഒന്നും സ്കിപ്പ് ചെയ്യരുത്. പ്രത്യേകിച്ച് ടിപ്പ് നമ്പർ 4, നമ്മൾ പുറമെ എന്തൊക്കെ ശ്രദ്ധിച്ചാലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടി അത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാലേ നല്ല റിസൾട്ട് പുറത്ത് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. ജങ്ക് ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക, നട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. omega-3 omega-6 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് ഇൻടേക്ക് ചെയ്യാൻ നോക്കുക. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത്, ഇപ്പോൾ ഓറഞ്ച് പോലത്തെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. ഡീടോക്സിഫൈങ് ഡ്രിങ്ക് എന്ന് പറയും, അതായത് നമ്മുടെ ബോഡി ഡീടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ട ഒരു ഡ്രിങ്ക് ആണ് ഈ ഡീടോക്സിഫൈങ് ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഇത് ഈ പറയുന്ന പേര് കേൾക്കുന്ന പോലെ വലിയൊരു സംഭവമൊന്നുമല്ല കേട്ടോ. നമ്മളിപ്പോൾ കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണയായിട്ട് കുടിക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു സ്ലൈസ് ഓഫ് ലെമൺ അല്ലെങ്കിൽ ഒരു സ്ലൈസ് ഓഫ് ഓറഞ്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് ആയിക്കോട്ടെ അതൊരു ചെറിയ കഷ്ണം ഇട്ടേക്കാം. നിങ്ങൾക്ക് ഫ്ലേവർ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു മിൻറ്റ് ലീഫ് കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഡെയിലി അങ്ങനെ ഒന്ന് ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഡീടോക്സിഫൈങ് ഡ്രിങ്ക് ഒരു വീക്ക്ലി വൺസ് എങ്കിലും അല്ലെങ്കിൽ ഡെയിലി കുടിക്കുകയെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ വീക്ക്ലി വൺസ് എങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഗ്രീൻ ടീ ഒക്കെ നമ്മൾ ഡെയിലി ഫുഡ് ഹാബിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഫ്രീ റാഡിക്കൽസ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഏജിങ്ങിന്റെ പ്രശ്നം അല്ലെങ്കിൽ റിങ്കിൾസ് വരിക, ഫൈൻ ലൈൻസ് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ വരവരെയൊക്കെ വരില്ലേ, അതൊക്കെ കുറഞ്ഞോളും. നമ്മുടെ സ്കിന്നിൽ അതിൻ്റെതായിട്ട് ഒരു ഗ്ലോ കാണാൻ പറ്റും. അല്ലെങ്കിൽ സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലുണ്ട്, സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
അപ്പോൾ ഗൈസ്, ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്കിൻ കോംപ്ലക്ഷൻ അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ എന്നെ മാറ്റിയെടുത്ത് അല്ലെങ്കിൽ സ്കിൻ ട്രാൻസ്ഫോം ചെയ്തെടുത്തെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ടിപ്പ് നമ്പർ 5, ആവശ്യമില്ലാത്ത പ്രോഡക്ട്സ് ഒന്നും സ്കിന്നിൽ യൂസ് ചെയ്യാതിരിക്കുക. ഇതൊരു ടിപ്പായിട്ട് പറയണോ അതോ ഒരു പ്രിക്വേഷനായിട്ട് പറയണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ആവശ്യമില്ലാത്ത പ്രോഡക്ട്സ് എല്ലാം നമ്മുടെ സ്കിന്നിൽ വാരി വലിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ബാരിയർ റിപ്പയർ ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ സെൽസ് എല്ലാം തന്നെ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. അതായത് ഓവറായിട്ട് നമ്മൾ സ്കിൻ സ്ക്രബ് ചെയ്യാതിരിക്കുക. പോയിന്റ് നമ്പർ 1. ഇതെല്ലാം കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഇതൊക്കെ കുറച്ചേക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തേക്കുക. ഒരുപാട് സ്ക്രബ് യൂസ് ചെയ്യുന്നത് സ്കിന്നിന് നല്ലതല്ല. അതുപോലെ ഫേസ് പാക്കുകൾ ട്രൈ ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ചില ഫേസ് പാക്കുകൾ മാത്രം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റു ചിലത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ലെമൺ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫേസ് പാക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് അങ്ങനെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി. ലെമൺ യൂസ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് ഫേസ് യൂസ് ചെയ്യാം. അവർ യൂസ് ചെയ്തോട്ടെ, നിങ്ങൾ യൂസ് ചെയ്യാൻ നിൽക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ സെറംസിലൊക്കെ നമ്മൾ വളരെ ലോ കോൺസെൻട്രേഷൻ ഓഫ് സെറം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞില്ലേ, അതിലേ നമ്മൾ ഇങ്ങനെ പറയണു. അപ്പോൾ ലെമണിലൊക്കെ എത്ര പെർസെൻറ്റേജ് ഓഫ് അസിഡിക് കണ്ടന്റ് ഉണ്ട് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പോൾ നമ്മളൊരു ഫേസ് വാഷ് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിൽ pH എന്ന് എഴുതിയിട്ടുണ്ടാവും. മോസ്റ്റ്ലി നല്ല ഫേസ് വാഷുകളാണെങ്കിൽ, മോയ്സ്ചറൈസറുകളാണെങ്കിൽ, സൺസ്ക്രീൻ എല്ലാത്തിലും ഈ pH എന്നൊരു സാധനം ഉണ്ടാവും. ഇതിന് pH-ലുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ളതുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫേസിന് അങ്ങനെ കൂടുതലായിട്ടും അസിഡിക് കണ്ടന്റുള്ള സാധനങ്ങളൊന്നും ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ബേക്കിംഗ് സോഡയോ ലെമണോ ഒന്നും ഫേസ് പാക്കിൽ ആഡ് ചെയ്തിട്ട് ആരെങ്കിലും കാണിക്കുകയാണെങ്കിൽ അതൊന്നും യൂസ് ചെയ്തേക്കരുത്. ഓക്കെ. അതുപോലെ എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ സ്കിൻ വൈറ്റനിങ് എന്ന് പറയുന്ന സമയത്ത് എന്തെങ്കിലും ആൾക്കാർ തോട്ടത്തരം കാണിച്ചാലും ശരി, അതെല്ലാം അങ്ങനെ ബിലീവ് ചെയ്ത് യൂസ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. കുറച്ചെടുക്കുക, നമ്മുടെ സ്കിന്നിൽ ഇതുപോലെ റബ്ബ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസോ റെഡ്നെസ്സോ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യരുത്. നമ്മുടെ സ്കിന്നത് ചെയ്തില്ല, അത് മനസ്സിലാക്കുക. കൂടുതലായിട്ടും സ്ക്രബ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പല പ്രൊഡക്റ്റ് ഡിഫറെൻറ്റ് ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഒരുപാട് സെൻസിറ്റീവായിട്ട് മാറും. സെൻസിറ്റീവായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് പിമ്പിൾസ് വരും, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, അല്ലെങ്കിൽ ഓപ്പൺ പോർസിൻ്റെ ഒക്കെ പ്രശ്നം വരും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാം. ഓക്കെ. അതുപോലെ വൈറ്റനിങ് ക്രീംസ്, ഇപ്പോൾ ഒരുപാട് വൈറ്റനിങ് ക്രീംസ് ഉണ്ട്. അതെല്ലാം അല്ലെങ്കിൽ ഗ്ലൂട്ടാതയോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൈറ്റനിങ് ക്രീംസ് ആയിക്കോട്ടെ, ഒരുപാട് പേര് ഒരുപാടെണ്ണം സജസ്റ്റ് ചെയ്തെന്ന് വരും. പക്ഷേ ശരിക്കും ഈ വൈറ്റനിങ് ക്രീംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് വേണോ വേണ്ടോ നിങ്ങൾ തീരുമാനിക്കുക. അതായത് വൈറ്റനിങ് ക്രീംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലുള്ള പുറമുള്ള ലെയർ ഉണ്ടല്ലോ, അതങ്ങനെ പോവാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പുറമേ നമുക്ക് ഒരുപാട് ഡെഡ് സ്കിൻസ് ഉണ്ടെന്ന് വെക്കുക, ഡെഡ് സെൽസ് ഉണ്ടെന്ന് വെക്കുക, ഒരുപാട് ടാനൊക്കെ ആയിട്ട് നമ്മൾ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ സ്കിന്നിന് പുറമെ ഒരുപാട് ഡെഡ് സ്കിൻസ് അല്ലെങ്കിൽ ഡെഡ് സെൽസ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുമ്പോൾ അതെല്ലാം പെട്ടെന്ന് റിമൂവ് ആയി പോകും. അപ്പോൾ ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് റിമൂവ് ആയി പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിസിബിൾ റിസൾട്ട് കിട്ടും. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഈ പുറമെയുള്ള ലെയർ ഇങ്ങനെ പോയിട്ട് അവസാനമായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവായിട്ട് മാറും. ഈ പിമ്പിൾസിന്റെ പ്രശ്നം, പോർസ് ഉണ്ടാവുന്ന, ഓപ്പൺ പോർസ് ഉണ്ടാവുക, ഭയങ്കരമായിട്ട് ഏജിങ് ആവും. പെട്ടെന്ന് ഏജിങ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. ഇങ്ങനെ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഏജിങ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ സൈഡ് എഫക്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. പെട്ടെന്ന് വെളുക്കണം എന്ന് കരുതിയിട്ട് എന്തും വാരി തേക്കരുത്. ഒന്ന് ആലോചിച്ച് അത് നല്ലതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം യൂസ് ചെയ്യാം. വൈറ്റനിങ് ക്രീംസ് എന്ന പേരിൽ തന്നെ എന്തെങ്കിലും മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ മാക്സിമം അത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇതൊക്കെ ഇങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്. നമ്മുടെ സ്കിന്നിനെ പീൽ ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു വൈറ്റ്നസ് കാണാൻ പറ്റുന്നത്. നമ്മളത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെതായ സൈഡ് എഫക്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. ഹെൽത്തി ആയിട്ട് നമ്മൾ സ്കിന്നെ ശ്രദ്ധിച്ചാൽ മതിയാവും. സ്കിൻ ഇമ്പ്രൂവ് ആയിക്കോളും. ആ ടെക്സ്ചർ മാറാനായിട്ടും കോംപ്ലക്ഷൻ മാറാനായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കുട്ടി കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്നും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള കുട്ടി ബെൽ ബട്ടൺ ഉണ്ടാവും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. എന്നാലാണ് ഞാൻ ഇനി അടുത്ത പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.